മാക്സിമം ഓർമ്മയുണ്ടായിരിക്കും 2010 നമ്മുടെ ഫോറേറ്റ് ഫിയറിഡോൺ ഉള്ള സമയത്ത് ഇത്രയും ദൂരം നമുക്ക് വിഷയത്തിന് പ്രശ്നമില്ലായിരുന്നു. എന്തുകൊണ്ട്? നമുക്ക് വേരിയബിളിന്റെ ശല്യമോ വേറെ നെമറ്റോഡ്സിന്റെ കൺട്രോൾ ചെയ്യാനായിട്ട് അന്നത്തെ നമ്മൾ വളത്തിന്റെ കൂടുതൽ എപ്പോഴും മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഇടുമായിരുന്നു. ആ സമയത്ത് വലിയ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. നമ്മൾ ബാൻഡേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 4 കൊല്ലം 5 കൊല്ലം ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു. പ്ലസ് ഇപ്പൊ നിലവിൽ ലാസ്റ്റ് ഒരു 3 years ആയിട്ട് കുറച്ച് നമ്മുടെ വേലം സാറിന് എല്ലാവർക്കും അറിയാം, വേലം പറയും. അത് കഴിഞ്ഞാണ് കുറച്ച് സബ്സിഡി ആയത്. പക്ഷെ എന്നിട്ടും ഇൻഫെക്ഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഈ നെമറ്റോഡ്സിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അറ്റാക്ക് കാവിയുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് പറയും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ സിംറ്റംസ് ഇപ്പൊ ഇങ്ങനെ ഉണ്ട്. നിലവിൽ ഒത്തിരി തോട്ടങ്ങളിൽ ഇങ്ങനത്തെ പടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ തട്ട ഭയങ്കരമായിട്ട് സാർ അടിവശം മേൽവശം ജസ്റ്റ് സ്പ്ലിറ്റിങ് തുടങ്ങി. ഇങ്ങനെ ഇവിടെ കണ്ടാൽ മതി. ഇങ്ങനെ ജസ്റ്റ് വലിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഒടിയിച്ചു. ഇങ്ങനത്തെ നേരിട്ട് ഉള്ള സ്പ്ലിറ്റിംഗ് ഉണ്ട്. ഇങ്ങനത്തെ സ്പ്ലിറ്റിംഗ് ഉണ്ട്. ജസ്റ്റ് തട്ട വലിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് മുറിയാൻ തുടങ്ങുന്നുണ്ട്. കാറ്റടിക്കുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ തട്ട ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. അത് പ്യൂർ സ്റ്റെം സ്പ്ലിറ്റിംഗ് ഫിസേറിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഫിസേറി നമ്മൾ ഒറ്റ റൗണ്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. സോ അതിന്റെ മാക്സിമം ഒരു 2 to 3 റൗണ്ട്സ് എങ്കിലും നമ്മൾ ഒരു ഫംഗിസൈഡ്സ് റിപ്പീറ്റ് ആയിട്ട് ഒരു 15 days ഗ്യാപ്പിലോ അല്ലെങ്കിൽ 20 days ഗ്യാപ്പിലോ ഒരു റൗണ്ട് മരുന്ന് 25 ദിവസത്തിൽ ഒരു അടിക്കുന്ന സമയത്ത് ഒരു 3 റൗണ്ട് എങ്കിലും ഫിസേറിയത്തിലെ ഫംഗിസൈഡ്സ് പോയാൽ മാത്രമേ തന്നെ കുറച്ചുകൂടി എഫിക്കസി കൺട്രോൾ ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ മനസ്സിലാവും. ഇതല്ല, ഇത് മുഴുവതും ഇതാണ് പ്രശ്നം. എല്ലാ സ്ഥലങ്ങളിലും ഈ തട്ട മൊത്തം ഇങ്ങനെ സ്പ്ലിറ്റായി മിക്സ്ഡായി പോവും മൊത്തത്തിൽ.